ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് പ്രാങ്ക് ചെയ്യാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു രേണു സുധീനെ നമുക്ക് വിളിക്കാം. ദുബായിലായിരിക്കും ഇനി. ദുബായ് ഇന്റർനാഷണൽ ഉദ്ഘാടനം ആയിരിക്കും. നോക്കാം, വിളിച്ചു നോക്കാം. ബിൻസിയുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ചാച്ചൻ സംസാരിക്കണം എന്ന് പറയാം. ചേച്ചി 1 മിനിറ്റ് ഒന്ന് സംസാരിക്കാമോ? ഞാനേ ചാച്ചന് കൊടുക്കാവേ, ചാച്ചൻ എന്തോ സംസാരിക്കാനുണ്ടെന്ന്. രേണു സുഖാണോ? ഇവിടെ ഞാൻ വിളിച്ച എനിക്കൊരു സൗണ്ട് ഒരു പ്രശ്നമായി. ജലദോഷം ഇപ്പം ഇത് വന്നിട്ട് ചെയ്തിട്ടില്ലേ, അതൊന്നും മനസ്സിലാക്കി. സൗണ്ടിനൊരു പ്രശ്നമുണ്ട്. ഞാൻ വിളിച്ചത് മോളെ ഒരു ഓട്ടോ, ചാച്ചൻ്റെ ഒരു പുതിയ ഓട്ടോ എല്ലാവരും കൂടെ ഏറി കയറ്റി പുതിയൊരു ഓട്ടോയും കൂടെ വാങ്ങിക്കാൻ പറ്റി. അപ്പം അതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ മോളോ ഒന്ന് എൻ്റെ മൈൻഡിൽ അതാണ്, മോളും വന്നതൊന്ന് വന്ന് മറിച്ചിട്ടാൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് 2024 അന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ. മസ്താനിയും മോളും കൂടെയാണ് അത് ഉദ്ഘാടനം. മസ്താനിയെ എനിക്ക് കൊണ്ടുവരണം, കാരണം എൻ്റെ മോള് അത്രയും ഏറ്റില്ല. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നാൽ എനിക്ക് 3ാമതൊരു ഓട്ടോ വാങ്ങിക്കാൻ പോകും ഉറപ്പായിട്ട്. അപ്പൊ എന്തായാലും മോള് വരണം കേട്ടോ. പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ മോള് പറഞ്ഞാൽ മതി, അത് മീറ്റർ ഇട്ട് തരാം. ചാച്ചൻ വാങ്ങിക്കുന്ന ഓട്ടോ മോക്ക് അവസാനം വേണമെന്ന് പറയരുത്. അവസ്ഥ ഇപ്പൊ അങ്ങനെയാണല്ലോ കാലങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എത്രയോ പേര് ബിൻസിയുടെ പേര് പറഞ്ഞു എന്റെ ഓട്ടോയിൽ മക്കളെ കയറി വരുന്നുണ്ട്, എന്നിട്ട് ലാസ്റ്റ് പൈസ തരാതെ ഒറ്റ ഓട്ടോ തുണിയും തലയിട്ട് അങ്ങനെ എത്ര പേര്. അപ്പം ചാച്ചൻ പൈസ ഇല്ലാതെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ചാച്ചന് പ്രശ്നമില്ല. ഓക്കെ ഓക്കെ ശരി ശരി. ചേച്ചി സന്തോഷായോ? ഇനി ഒരു സത്യം പറയട്ടെ, ഈ സംസാരിച്ച ചാച്ചൻ എന്റെ ചാച്ചനല്ല. ഇത് ഞാന് ഒരു പാവം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, മാഹിൻ മച്ചാൻ. എനിക്ക് ഫ്രീ ആയിട്ട് ഒരു ഉമ്മ കിട്ടി, സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്നാ ഞാൻ എന്തെന്ന് ചെയ്യണമോ, മോന് കൊടുക്കാം. രേണുവിന്റെ മോന്, ചക്കര മോന്, 2 പേരെ ഉണ്ടല്ലോ, അവർക്ക് 2. ഓക്കെ ശരി ശരി. രേണു ഒന്നും വിചാരിക്കില്ല, തിരക്കിട്ട ടൈമാണെന്ന് അറിയാം. താങ്ക് യു. ഓക്കെ താങ്ക് യു ഡിയർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ബൈ. ഞാൻ വിളിക്കാട്ടാ ചേച്ചി. ചേച്ചി